അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്ന കുട്ടി പിസ്സ തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കും വലിയവർക്കും അതുപോലെ പാർട്ടിക്കും ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പിസ്സയാണിത്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് ആദ്യം തന്നെ നമുക്ക് പിസ്സയുടെ ബേസ് തയ്യാറാക്കാനുള്ള മാവൊന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 2.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഈ മൈദ ഒന്ന് കുഴച്ചെടുക്കാനുള്ള വെള്ളം എടുക്കാം. അതിന് ചെറു ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതൊരു 3/4 കപ്പ് ചെറു ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തങ്ങ് മാറ്റി വയ്ക്കാം. ഒലിവ് ഓയിലിന് പകരമായിട്ട് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മാവിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്നങ്ങ് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈസ്റ്റിൻ്റെ മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറേശ്ശെയായിട്ട് ഒഴിച്ച് നമുക്ക് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം. മാവ് ഈ ഒരു പരുവത്തിന് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി അങ്ങ് സോഫ്റ്റ് ആക്കാൻ വേണ്ടി കയ്യിൽ കുറച്ചൊന്ന് ഓയിൽ എടുത്തതിന് ശേഷം മാവ് നന്നായിട്ടൊന്നങ്ങ് കുഴച്ചെടുക്കാം. അതിനുശേഷം ഇതിന് മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടകി നമുക്ക് ക്ലീൻ റാപ്പ് കൊണ്ടങ്ങ് മൂടി വയ്ക്കാം. ഈ മാവ് ഡബിൾ സൈസ് ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ കുറച്ച് ടൈം കൂടുതൽ എടുക്കും കേട്ടോ. ഇപ്പോൾ ഇവിടെ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, മാവ് ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്നങ്ങ് കുഴച്ചെടുക്കാം. കയ്യിൽ കുറച്ച് ഓയിൽ തടകിയതിന് ശേഷം വേണം കേട്ടോ കുഴച്ചെടുക്കാനായിട്ട്. ഇനി കൗണ്ടർ ടോപ്പിന് മുകളിലോ അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കുന്ന അതിന് മുകളിലോ കുറച്ച് മൈദയൊന്നങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവിൻ്റെ ആ മിക്സ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നങ്ങ് അയച്ചെടുക്കാം. ഇനി ഞാനിത് 2 പീസാക്കിയിട്ടാണ് ഇതൊന്ന് പരത്തിയെടുക്കുന്നത്. കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 പീസാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മൊത്തത്തിൽ വേണമെങ്കിലും പരത്തിയെടുക്കാം കേട്ടോ. കുറച്ച് മാവൊന്ന് ഇട്ടതിന് ശേഷം ഇതിന് മുകളിൽ വെച്ച് നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ ഒന്നങ്ങ് പരത്തിയെടുക്കാം. അപ്പോൾ അത്രയ്ക്കും കട്ടി കുറയേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് തിക്കായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. കണ്ടോ, ഈ ഒരു തിക്നെസ്സിൽ വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊരു ബൗൾ കൊണ്ടോ കുക്കി കട്ട് കൊണ്ടോ ഒന്നങ്ങ് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിതിൻ്റെ ഈ സൈഡിലുള്ള ബാക്കി നമ്മൾ പരത്തിയെടുത്ത ഷീറ്റൊക്കെ മാറ്റിയെടുക്കാം. അതും ഇതുപോലെ തന്നെ പരത്തി കട്ട് ചെയ്തെടുത്താൽ മതിയാകും. ഇനി നമുക്കിതൊരു സ്ഥലത്തേക്ക് അങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് ചിക്കൻ പിസ്സയാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനൊരു ബൗളിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ നാരങ്ങാനീരൂടി ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതൊരു 100 ഗ്രാം ചിക്കൻ വരും. ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ്, എല്ലില്ലാത്ത ചിക്കനാണ്. ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. ഇനി പിസ്സ സോസ് തയ്യാറാക്കിയെടുക്കാം. അതിന് ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ചേർക്കുന്ന ടൊമാറ്റോ സോസും ചില്ലി പേസ്റ്റും എല്ലാം വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്താണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ചില്ലി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇതിൽ വ്യത്യാസം വരുത്താം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഒറിഗാനോയും ബേസിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും, ഓപ്ഷണലാണ്.
അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള സോസിലൊക്കെ ഉപ്പുള്ളത് കൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം ഉപ്പും കൂടി ചേർത്ത് ഇതൊന്നങ്ങ് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കുക്കായി വന്നാൽ മാത്രം മതിയാകും. അതിന് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടൊന്നങ്ങ് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്നങ്ങ് കുക്ക് ചെയ്താൽ മതിയാകും. ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കണം, ഡ്രൈ ആവാൻ പാടില്ല കേട്ടോ. ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കാം. ഇത് പിസ്സ ടോപ്പിങ്ങിനുള്ള സാധനങ്ങളാണ്. അതിന് ഞാനിവിടെ സോസ് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉള്ളി ഒന്ന് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒലീവ്സ് അതും ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് എടുത്തതാണ് കേട്ടോ. അതുപോലെ കുറച്ച് മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ക്യാപ്സിക്കം ആണ് എടുത്തിരിക്കുന്നത്. അത് 4 കളർ ക്യാപ്സിക്കം ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുത്താൽ മതിയാകും. അതുപോലെ തന്നെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ, അതുപോലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പിസ്സ ബേസാണിത്. ഇനി നമുക്ക് പിസ്സ സെറ്റ് ചെയ്യാൻ തുടങ്ങാം. അതിന് ഞാനിവിടെ ഫ്രൈ പാനിലാണ് കേട്ടോ ഇത് പിസ്സ തയ്യാറാക്കി എടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല, നമ്മൾ പിസ്സ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്താൽ മതിയാകും. ഇനി ഫ്രൈ പാനിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പിസ്സ ബേസ് അങ്ങ് വെച്ച് കൊടുക്കാം. ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്നങ്ങ് ചെയ്ത് കൊടുക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ എയർ ബബിൾസ് വന്നിട്ട് ഇതങ്ങ് പൊന്തി വരും. ഇനി നമുക്കിതിന് മുകളിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സോസ് ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടത്തിനും ആവശ്യത്തിനും അനുസരിച്ച് വെക്കാം കേട്ടോ. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് അരിഞ്ഞെടുത്ത ഉള്ളി വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ മഷ്റൂം, പനീർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തൊക്കെയുണ്ടോ അതെല്ലാം വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഒലീവ്സും കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ചുകൂടി ഒന്നങ്ങ് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കാം. ഡയറക്റ്റ് ഫ്ലെയിമിന് മുകളിൽ ഇതുപോലൊരു ഫ്രൈ പാൻ വെച്ചതിന് ശേഷം നമ്മൾ പിസ്സ വെച്ചിരിക്കുന്ന ഫ്രൈ പാൻ വെക്കുകയാണെങ്കിൽ പിസ്സയുടെ ബേസ് പെട്ടെന്ന് കരിഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നത് വരെ നമുക്കിതൊന്നങ്ങ് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ വെച്ചിരിക്കുന്ന പിസ്സ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒരു ലിഡും കൂടി ഒന്നങ്ങ് അടച്ചു കൊടുക്കാം. ഇപ്പോൾ പിസ്സ വെച്ചതിന് ശേഷം 15 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ചീസൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. നല്ല യമ്മി ആയിട്ടുള്ള അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടി പിസ്സ ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയും കൂടി അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിനി ഇത് ചെയ്യുമ്പോൾ വലിയൊരു പാനിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ഹംനൂസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്